ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അക്കു ആൻഡ് ഗജു. അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് എവിടെയാ പോകുന്നതെന്ന് വെച്ചാല് വായ സിനിമ കാണാൻ പോകുന്ന ഗൈസ്. ദുബായ് എന്നാണ് സിനിമ കാണാൻ പോകുന്നത്. ഈ ഒരു വെറൈറ്റി സ്റ്റൈലിന് വേണ്ടിട്ട് അതിന്റെ മേലെ നിന്ന് നല്ല രസമില്ല അതിന്റെ മേലെ നിന്നിട്ട് വരാൻ. അപ്പൊ ഗൈസ് ഇതോടെ സ്ഥലം വെച്ചാൽ ദുബായ് മാളിലാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എടുത്തിട്ടുള്ള സിനിമ കാണാൻ പോകുന്നത്. സാധാരണ വ്ളോഗൊന്നും എടുക്കാണ്ട സിനിമ കാണാൻ പോക്ക്. ഇതാണ് ഇവിടെയുള്ള തിയേറ്റർ വരുന്നത്. കണ്ട തിയേറ്ററിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വേറെ നല്ല മൊഞ്ചിൽ ഇങ്ങനെ മേലെ തൂണുമേലെല്ലാം മറ്റേ പ്രിൻ്റെല്ലാം അടിച്ചിട്ട് സ്ക്രീനെല്ലാം കാണിച്ചിട്ടാണ്. വലിയ സ്ക്രീനാട്ടോ, നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല. നല്ല വലിയ സ്ക്രീനാണ്. അവിടെ ഫുൾ ആൾക്കാരാണ്. പക്ഷേങ്കിൽ അതൊക്കെ ചെറുങ്ങനെ നാണം വരുന്നുണ്ട്. എന്നാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഡോൾബിന്നെല്ലാം പറഞ്ഞിട്ട് ഡോൾബി സിനിമാസ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ട ജസ്റ്റ് ഒരു സാധനം ഇങ്ങനെ അടിക്കും. ഞാൻ തിരിച്ചു ഇതുപോലെ നിങ്ങൾക്ക് നാട്ടിലെല്ലാം കാണാൻ പറ്റും. നാട്ടിലുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ സാധാ തിയേറ്ററില്ല നോക്കി. ഇത്ര വലുതെടുത്തൊന്നും ഞാൻ നോക്കിയില്ല. അപ്പൊ ഗൈസ് ഇവിടെയെല്ലാം ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമ്മൾ വേറെ ഏതോ ലോകത്ത് പോകുന്നുണ്ട്. നമുക്ക് അഥവാ ടൂറെല്ലാം പോകണം വിചാരിക്കും. ഇപ്പൊ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഇവിടെ ജസ്റ്റ് തിയേറ്ററിൽ വന്നാൽ മതി. ഇതെന്നെ കാണുമ്പോൾ റേഡിയോ ഉള്ള പോലെ ഉണ്ട്. കിഡ്സ് പാർക്കിലെല്ലാം പോയിക്കില്ലേ, അതേപോലെ ഉണ്ട് ഫുള്ള് കാണാൻ. എന്താ രസമല്ലേ, നല്ല മഞ്ചില്ലേ. ഇതാണ് നാച്ചോസ്, അങ്ങനെ എന്തോ പറയുന്ന സാധനം. എനിക്കറിയില്ല. ഇതിലേക്ക് മറ്റേ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് വേണം തിന്നാൻ. അപ്പൊ ഗൈസ് ഇന്റർവെല്ലായി. ഇന്റർവെല്ലല്ലേ ഇതേതാ പടം, എന്ത് രസാന്നറിയ കാണാൻ. ചിരിച്ചിരിച്ചിരിച്ച് മേടിച്ച്. പക്ഷെ ഇന്റർവെല്ലായാലോ കുറച്ചൊരു ഇതായി. ഇനി എന്താന്ന് അറിയില്ല. ഇത് 10 മിനിറ്റല്ലേ കാത്തക്കൽ. ഭയങ്കര അലമ്പ്. പെട്ടെന്ന് തന്നെ ആയിക്കണ്ടേ ഇരുന്ന് കാണാനും. ശരിയായ സിനിമ ഗൈസ്. ഫസ്റ്റ് ഹാഫ് സെറ്റ്. ഇനി സെക്കൻഡ് ഹാഫ് എന്താണെന്നൊന്നും അറിയില്ല. ഫുള്ള് പെട്ടെന്നാണ്. ഇനി ഇവിടെ ഭയങ്കര ലേറ്റ് ഗൈസ്. ഞാൻ വായ 2 കണ്ട് ഇതേതാ പടം ഗൈസ്. എനിക്ക് കരച്ചൽ വന്നിട്ട്. ഏട്ടന് അനിയന് ഏട്ടന്മാർ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും കാണാൻ നിൽക്കരുത് ഗൈസ്. ഞാനിതിപ്പോൾ എടുക്കുന്നത് ഇങ്ങനെയെങ്കിലും എൻ്റെ ഏട്ടനും ഏട്ടത്തെ എല്ലാവരും കാണും ഗൈസ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര കരച്ചിൽ വന്നിട്ട് നമുക്ക് അങ്ങേയറ്റെത്തും ഗൈസ്. ഭയങ്കര ഏത് ഫാമിലിയിലും ഉണ്ടാവും ഉറപ്പായിട്ടും. ലൈക്ക് അങ്ങനെ ഒരു സ്റ്റോറി അവർ മേക്ക് ചെയ്ത് എന്ത് രസമാണ് കണ്ടിരിക്കുക. ടൈം പോയി തിരിഞ്ഞിക്കുകയില്ല ഗൈസ്. ഹാഫ് വരെ സെറ്റ്. അതിന് ശേഷവും ഗൈസ് പറയാനില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല സിനിമ. കിഡില് സിനിമ ഗൈസ്. ഞാൻ എന്തായാലും മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയൂലേ, അതേപോലത്തെ സാധനം. അതിൽ അഭിനയിച്ച ആൾക്കാരെ ഓരോ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഇത് നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ഏറ്റവും വർത്തി മൂവിയാന്ന് ഞാൻ എഴുതി ഒപ്പിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ സിനിമ കണ്ടിക്കുകയില്ല. നല്ല രസമുണ്ട്. ലൈക്ക് ഭയങ്കര റിലേറ്റബിളായി. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് വർത്ത ഫാമിലി മൂവിയാ ഗൈസ്. ഫാമിലി ആയിട്ട് പോയിട്ട് കണ്ടാൽ നല്ല അടിപൊളി മൂവി ഗൈസ്. ആശൻ ടീംസ് അതിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും ശരിയായ അഭിനയം ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ ഇപ്പം മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാൻ അധികം ഒച്ചത്ത് പറയാതെ കരച്ചൽ വരും ഗൈസ്. ഉറപ്പാ. കാത്തുനിന്നോ പോയി കാണാൻ വേണ്ടു. കരച്ചൽ തനിയേ വന്നോളൂ. ഞാനും കുറേ ഇങ്ങനെ കേട്ട് ഞാൻ വിചാരിച്ച് കരച്ചലൊന്നും വരില്ല. പക്ഷേ എനിക്ക് വന്നിന്. പക്ഷേ ലാസ്റ്റ് ഒക്കെ സെറ്റാ ഗൈസ്.